പഠനജാലകത്തിലേക്ക് സ്വാഗതം. പതിറ്റാണ്ടുകളായി നമ്മൾ കേൾക്കുന്ന ഗന്ധർവനാദം, KJ യേശുദാസ്. ആ ഒരു അതുല്യ ശബ്ദത്തിന്റെ തുടക്കം അതെങ്ങനെയായിരുന്നു? ഇന്ന് നമ്മൾ അതാണ് അല്പം ആഴത്തിൽ നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സംഗീത യാത്രയിലെ ആദ്യത്തെ ചുവടുവെപ്പുകൾ. അതെ, നമ്മുടെ കയ്യിലുള്ളത് അനീഷ് നായർ എഴുതിയ പാടി വീട്ടാത്ത കടങ്ങൾ, യേശുദാസിന്റെ ഓർമ്മകൾ എന്ന പുസ്തകത്തിലെ ചില ഭാഗങ്ങളാണ്. പ്രധാനമായും ആദ്യ ഗാനം, പിന്നെ അന്നത്തെ ചില കഷ്ടപ്പാടുകൾ, ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ചില കടപ്പാടുകൾ. ഇതിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശരിയാണ്. നമ്മൾ സാധാരണയായി കേൾക്കുന്നത് ആ ഗാനങ്ങളുടെ ഒരു പൂർണ്ണതയാണല്ലോ. പക്ഷേ ഒരു ഇതിഹാസം എങ്ങനെയാണ് രൂപപ്പെടുന്നത്, അതിന് പിന്നിലുള്ള യാത്ര, ചിലപ്പോൾ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ, അതൊക്കെ അറിയുന്നത് രസകരം തന്നെയാണ്. തീർച്ചയായും. പ്രത്യേകിച്ച് ഈ തുടക്കം, ശ്രീനാരായണ ഗുരുവിന്റെ വരികൾ പാടിക്കൊണ്ടുള്ള തുടക്കം. അതെ, കാൽപ്പാടുകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി MB ശ്രീനിവാസന്റെ സംഗീതത്തിൽ ഗുരുവിന്റെ ആ വരികൾ, ജാതിഭേദം, മതദ്വേഷം, ആ 4 വരികളാണ് യേശുദാസ് ആദ്യമായി റെക്കോർഡ് ചെയ്യുന്നത്. പിന്നീട് അതൊരു ജീവിത ദർശനം പോലെ അദ്ദേഹം കൊണ്ടു നടന്നു എന്നതും ശ്രദ്ധേയമാണ്, അല്ലേ? എന്നാൽ ഇതിലൊരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാൽപ്പാടുകൾ സിനിമ അത് റിലീസ് ചെയ്യാൻ ഏകദേശം 1 വർഷത്തോളം എടുത്തു. ഓഹോ. അതെ, അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആളുകൾ യേശുദാസിന്റെ ശബ്ദം ആദ്യം കേൾക്കുന്നത് വേലുത്തമ്പി ദളവ എന്ന സിനിമയിലെ പുഷ്പാഞ്ജലികൾ അർപ്പിക്കാം എന്ന ടൈറ്റിൽ ഗാനമാണ്. ആണോ? അപ്പൊ ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ടല്ല ആദ്യം പുറത്തു വന്നത്? അല്ല, അതാണ് രസം. മാത്രമല്ല, ആ വേലുത്തമ്പി ദളവയിലെ പാട്ട് സിനിമയുടെ ഏതാണ്ട് അവസാന നിമിഷം ചേർത്തതുകൊണ്ട് അതിന്റെ ടൈറ്റിൽ കാർഡിൽ ഗായകരുടെ പേര് ചേർക്കാനും വിട്ടുപോയി എന്നാണ് പറയുന്നത്. അവിശ്വസനീയം. എന്തൊരു തുടക്കം! ഈ ആദ്യ ഗാനം റെക്കോർഡ് ചെയ്യാനുള്ള യാത്ര തന്നെ അതും വലിയൊരു കഥയാണല്ലോ. ശരിയാണ്. കാരണം അന്ന് വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ്. അച്ഛൻ അഗസ്റ്റിൻ ജോസഫ് ഭാഗവതർക്ക് സുഖമില്ലാതെ കിടക്കുന്നു, വരുമാനമൊന്നുമില്ല. അങ്ങനെ മദ്രാസിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്താൻ പോലും ശരിക്കും പറഞ്ഞാൽ കയ്യിൽ പണമില്ലാതെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഓ. അപ്പൊ സുഹൃത്ത് തങ്ങളാണ് പള്ളുരുത്തിയിലെ ടാക്സി ഡ്രൈവർ മത്തായിയുടെ കാറുമായിട്ട് വരുന്നത് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടാൻ. ആ യാത്രയിലെ മത്തായിയുടെ സഹായം അതാണ് ശരിക്കും ഓർക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നത്. അതെ, കാരണം കാറിൽ വെച്ച് യേശുദാസ് ഈ പണമില്ലാത്ത കാര്യം സുഹൃത്തിനോട് പതിയെ പറയുന്നുണ്ട്. ഇത് കേട്ട ആ ഡ്രൈവർ മത്തായി സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഒന്നും ചോദിച്ചില്ല. തിരികെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ പോക്കറ്റിൽ നിന്ന് 16 രൂപ എടുത്ത് കൊടുത്തു. വെറുതെ കൊടുത്തു? അതെ. ടിക്കറ്റിന് അന്ന് 11 രൂപയെ വേണ്ടി വന്നുള്ളൂ എന്നാണ് ഓർമ്മ. ആ 16 രൂപ അതൊരു വലിയ കടമായിട്ട് അദ്ദേഹം ഇന്നും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. ഇന്നത്തെ കാലത്ത് നമുക്കിത് എന്താ പറയാ, ചിന്തിക്കാൻ പോലും പറ്റില്ല, അല്ലേ? ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾക്ക് തിരികെ കിട്ടുമോ എന്ന് പോലും അറിയാതെ ആ കാലഘട്ടത്തിലെ മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുകൂടി ഇത് പറയുന്നുണ്ട്. തീർച്ചയായും. ആ ഒരു നിരുപാധികമായ സ്നേഹം, സഹായം, അതാണ് ആ കടപ്പാടിന് ഇത്ര വലുതാക്കുന്നത്. പക്ഷെ മദ്രാസിലെത്തിയപ്പോഴും പ്രശ്നങ്ങൾ തീർന്നില്ല. അതെ, അവിടെ എത്തി അധികം വൈകാതെ പനി പിടിച്ചു, കടുത്ത പനി. അതോടെ ആദ്യം പാടാൻ തീരുമാനിച്ചിരുന്ന ഒരു പാട്ടുണ്ടായിരുന്നു, കാണുമ്പോൾ ഞാനൊരു കാരിരുമ്പ്. ആ ഗാനം പാടാൻ പറ്റിയില്ല. വലിയൊരു അവസരമാണ് ശരിക്കും നഷ്ടമായത്. അതെ, പക്ഷെ ആ അവസരം നഷ്ടമായെങ്കിലും MB ശ്രീനിവാസൻ സാറിന്റെ ഒരു മനസ്സലിവ്, അല്ലെങ്കിൽ ഒരു ദയ, അതാണ് ചരിത്രം മാറ്റിയത്. ശരിയാണ്. വെറുതെ വന്നതല്ലേ, പനി കാരണം പാടാൻ പറ്റിയില്ലല്ലോ. എന്നാലും വെറുതെ മടക്കി അയക്കേണ്ടെന്ന് കരുതിയാണ് അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന്റെ ആ 4 വരികൾ കൊടുക്കുന്നത്. അതുവരെ കേട്ടിട്ടില്ലാത്ത വരികൾ. അതെ, അത് വേഗം പഠിച്ചു പാടി. റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ MBC സൗണ്ട് എഞ്ചിനീയർ കോടീശ്വര റാവിനോട് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് പ്രശസ്തമായ ആ വാചകം, 10 വർഷം കഴിഞ്ഞു പറയാം. 10 വർഷം കഴിഞ്ഞു പറയാം. എന്തൊരു ദീർഘവീക്ഷണമല്ലേ! ആരും പ്രതീക്ഷിക്കാത്തൊരു മറുപടി. ആ ചെറിയൊരവസരം അപ്രതീക്ഷിതമായി കിട്ടിയത്, അതാണ് പിന്നീട് വലിയൊരു യാത്രയ്ക്ക് തുടക്കമിട്ടത്. ഈ കടപ്പാടുകളുടെ കൂട്ടത്തില് മറ്റൊരാൾ കൂടിയുണ്ടല്ലോ, പ്രധാനമായിട്ടും. ഉണ്ട്. P. ഭാസ്കരൻ മാഷോടുള്ള കടപ്പാട്. അത് മറ്റൊരു സന്ദർഭത്തിലാണ്. അച്ഛൻ മരിച്ച സമയത്ത് ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ പണമില്ലാതെ വിഷമിച്ചു നിന്ന യേശുദാസിനെ 800 രൂപ നൽകി സഹായിച്ചത് ഭാസ്കരൻ മാഷാണ്. അതും തിരികെ പ്രതീക്ഷിക്കാതെ. അതെ, മത്തായിയെപ്പോലെ തന്നെ തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്ത സഹായം. അപ്പോൾ ഈ 2 കടങ്ങൾ, ഒന്ന് മത്തായിയുടെ ആ 16 രൂപ,
പിന്നെ ഭാസ്കരൻ മാഷിന്റെ 800 രൂപ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയ പാഠങ്ങളായി മാറിയിട്ടുണ്ടാവാം അല്ലേ? തിരികെ പ്രതീക്ഷിക്കാത്ത സഹായങ്ങൾ ലഭിക്കുക എന്നത്. തീർച്ചയായും. ഒരു പക്ഷേ ഈ അനുഭവങ്ങളൊക്കെ ആവാം പ്രതിഫലത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിനെയും സ്വാധീനിച്ചത്. കാരണം അച്ഛന്റെ അനുഭവം വെച്ച് പ്രതിഫലം കൃത്യമായി വാങ്ങണമെന്ന് പഠിച്ചുവെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ചില വേദികളിൽ മനസ്സിന് സംതൃപ്തി കിട്ടാൻ വേണ്ടി പ്രതിഫലം വാങ്ങാതെയും പാടാറുണ്ട് എന്നും പറയുന്നു. ഒരുപക്ഷെ ഈ പഴയ കടപ്പാടുകളുടെ ഓർമ്മയൊക്കെ അതിലൊരു ഘടകമായിരിക്കാം. ശരിയാണ്. അപ്പോൾ ഇന്ന് ഇത്രയും പ്രശസ്തിയുടെയും അംഗീകാരങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴും ആ പഴയ കഷ്ടപ്പാടുകൾ, അവിചാരിതമായി കിട്ടിയ സഹായങ്ങൾ, പിന്നെ ആദ്യമായി പാടിയ ആ വരികളുടെ അർത്ഥം, ഇതൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു വലിയ കലാകാരനെയാണ് ഈ ഓർമ്മകളിലൂടെ നമ്മൾ കൂടുതൽ അടുത്തറിയുന്നത്. തീർച്ചയായും. ഈ അനുഭവങ്ങളൊക്കെ, ആ ദാരിദ്ര്യം, പിന്നെ യാദൃച്ഛികമായി കിട്ടിയ സഹായങ്ങൾ, ആദ്യ റെക്കോർഡിങ്ങിലെ ആ ഒരു തിരിച്ചടിയും എന്നാൽ കിട്ടിയ അവസരവും, ഇതെല്ലാം അദ്ദേഹത്തിന്റെ സംഗീതത്തെയും ഒരു വ്യക്തി എന്ന നിലയിലുള്ള വളർച്ചയെയും എത്രത്തോളം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ടാവാം. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് തുടർന്ന് ആലോചിക്കാവുന്നതാണ്. പ്രതിസന്ധികളിൽ നിന്ന് കിട്ടുന്ന ഒരു കരുത്തും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ദയയും ഒരു കലാകാരന്റെ അല്ല ഏതൊരാളുടെയും വളർച്ചയിൽ എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളൊരു ചോദ്യം ബാക്കി വയ്ക്കാം. പാടാത്ത പാട്ടും പാടി വീട്ടാത്ത കടങ്ങളും. സംഗീത ഇതിഹാസം KJ യേശുദാസുമായി ഒരു അഭിമുഖമാണ് ഈ ലേഖനം. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവിതത്തിലെ വെല്ലുവിളികളും സംഗീത ലോകത്തേക്കുള്ള കടന്നുവരവും ഇതിൽ വ്യക്തമാക്കുന്നു. ദാരിദ്ര്യവും പ്രതിസന്ധികളും നിറഞ്ഞ ആ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായി നിന്ന വ്യക്തികളെക്കുറിച്ചും അവരുടെ നിസ്വാർത്ഥമായ സഹായങ്ങളെക്കുറിച്ചും യേശുദാസ് ഓർക്കുന്നു. പ്രത്യേകിച്ച് തന്റെ ആദ്യ ഗാനം സിനിമയിൽ കേട്ടതിനെക്കുറിച്ചുള്ള അനുഭവവും പിന്നീട് വേലുത്തമ്പി ദളവ എന്ന സിനിമയിലൂടെയാണ് ശബ്ദം ആദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിയതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ജീവിതത്തിൽ ലഭിച്ച പിന്തുണയും സംഗീതത്തോടുള്ള അർപ്പണബോധവും എങ്ങനെ തന്നെ ഇന്നത്തെ നിലയിൽ എത്തിച്ചുവെന്നും ഈ അഭിമുഖത്തിൽ യേശുദാസ് പറയുന്നു. ചോദ്യം 1. കണ്ടെത്താം, പറയാം. 2 കടങ്ങളും ജീവിതത്തിലെ വലിയ കടപ്പാടുകളാണ്. 2 കടങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. മദ്രാസിലേക്ക് പാടാൻ പോകാൻ ടിക്കറ്റ് എടുക്കാൻ പണമില്ലാതെ വിഷമിച്ചപ്പോൾ ടാക്സി ഡ്രൈവറായ മത്തായി യാതൊരു പ്രതീക്ഷയുമില്ലാതെ നൽകിയ 16 രൂപ. അച്ഛൻ മരിച്ചപ്പോൾ ആശുപത്രിയിലെ ബില്ലടയ്ക്കാൻ പണമില്ലാതെ വന്നപ്പോൾ P. ഭാസ്കരൻ മാഷ് നൽകിയ 800 രൂപ. ഈ കടന്നിലെ അദ്ദേഹം ജീവിതത്തിലെ ഏറ്റവും വലിയ കടപ്പാടുകളായി കാണാൻ കാരണം ഇത് വെറും പണമായിരുന്നില്ല, മറിച്ച് സഹായം ആവശ്യമുള്ളപ്പോൾ പ്രതീക്ഷിക്കാതെ ലഭിച്ച മനുഷ്യത്വമായിരുന്നു. തിരിച്ചു നൽകുമെന്ന് ഒരുറപ്പുമില്ലാതെ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്ത ഈ സഹായങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയത്. അതുകൊണ്ടാണ് ഈ കടങ്ങൾ ഒരിക്കലും വീട്ടാൻ കഴിയില്ലെന്ന് യേശുദാസ് പറയുന്നത്. ചോദ്യം 2. സ്വാഭിപ്രായം വ്യക്തമാക്കാം. ഓരോ വ്യക്തിയുടെയും വിജയത്തിനു പിന്നിൽ നിരവധി ആളുകളുടെ സഹനത്തിന്റെയും കരുതലിന്റെയും കരങ്ങളുണ്ട്. പാഠഭാഗത്തെ ആസ്പദമാക്കി സ്വാഭിപ്രായം വ്യക്തമാക്കുക. ഈ പ്രസ്താവന വളരെ ശരിയാണെന്ന് ഞാൻ കരുതുന്നു. KJ യേശുദാസിന്റെ ജീവിതം തന്നെ ഇതിനൊരു വലിയ ഉദാഹരണമാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു കലാകാരനായിട്ടും തന്റെ വിജയത്തിനു പിന്നിൽ താൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമല്ല, തന്നെ സഹായിച്ച പലരുടെയും പിന്തുണയുണ്ടെന്ന് അദ്ദേഹം തുറന്നു സമ്മതിക്കുന്നു. കുടുംബത്തിന്റെ പിന്തുണ. സ്വന്തം അസുഖം കാരണം മകനോടൊപ്പം പോകാൻ കഴിഞ്ഞില്ലെങ്കിലും യേശുദാസിന്റെ സംഗീതത്തോടുള്ള താല്പര്യത്തെ അദ്ദേഹത്തിന്റെ അച്ഛൻ പൂർണ്ണമായി പിന്തുണച്ചിരുന്നു. ചോദ്യം 3. ലഘുവാക്യങ്ങളാകാം. അപ്പച്ചന് വളരെ അടുപ്പമുള്ളവർ സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യങ്ങളാക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വാക്യങ്ങൾ പാഠഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തി അവയെ ലഘുവാക്യങ്ങളാക്കുക. ലഘുവാക്യങ്ങൾ. അപ്പച്ചന് സിനിമയിൽ വളരെ അടുപ്പമുള്ളവർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരിക്കലും എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. കൂടുതൽ വാക്യങ്ങൾ. ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നതിനാൽ തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനുമായില്ല. ആ സമയത്ത് ഞാൻ ചെന്നൈയിലായിരുന്നു, അതുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമയൊന്നും കാണാനായില്ല. ചോദ്യം 4. നിങ്ങളുടെ പ്രദേശത്തുള്ള കലാപ്രവർത്തകരുമായി അഭിമുഖ സംഭാഷണം നടത്തി അവരുടെ ജീവിതരേഖ
കലാരംഗത്തെ സംഭാവനകൾ, നേടിയ പുരസ്കാരങ്ങൾ എന്നിവ ശേഖരിച്ച് ഡിജിറ്റൽ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു തിരിച്ചുവരവിന്റെ പ്രതീകമാണ് മഞ്ജു വാര്യർ. അഭിനയത്തിലും നൃത്തത്തിലും ഒരേപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഈ കലാകാരി പ്രതിഭയുടെയും കഠിനാധ്വാനത്തിന്റെയും നേർക്കാഴ്ചയാണ്. ഒരു പതിറ്റാണ്ടിലേറെക്കാലം സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ടും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അവർ തിരിച്ചെത്തി പ്രേക്ഷക ഹൃദയങ്ങൾ വീണ്ടും കീഴടക്കി. 1995 സല്ലാപം എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു മലയാള സിനിമയിൽ ശ്രദ്ധേയയായത്. തുടർന്ന് ഈ പുഴയും കടന്ന്, കന്മദം, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങി നിരവധി മികച്ച സിനിമകളുടെ ഭാഗമായി. കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചു. അഭിനയത്തോടൊപ്പം നൃത്തത്തിലും സജീവമായ മഞ്ജു പ്രതിസന്ധികളെ അതിജീവിച്ച് വിജയം നേടിയ ഒരു കലാകാരി എന്ന നിലയിൽ നിരവധി സ്ത്രീകൾക്ക് ഇന്നും പ്രചോദനമാണ്. മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരങ്ങളും ഫിലിംഫെയർ പുരസ്കാരങ്ങളും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങൾ. 1. യേശുദാസ് സിനിമയിൽ ആദ്യമായി ആലപിച്ച വരികൾ ആരുടേതായിരുന്നു? അവയുടെ സത്ത അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിച്ചു? ഉത്തരം: ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് യേശുദാസ് സിനിമയിൽ ആദ്യമായി ആലപിച്ചത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന ആ വരികളുടെ സത്ത പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിത ദർശനമായി മാറി. 2. യേശുദാസിന്റെ ആദ്യ റെക്കോർഡിങ്ങിനെ കുറിച്ച് സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു എന്താണ് അഭിപ്രായപ്പെട്ടത്? ഉത്തരം: യേശുദാസിന്റെ ആദ്യ റെക്കോർഡിംഗ് കഴിഞ്ഞപ്പോൾ സംഗീത സംവിധായകൻ MBS എങ്ങനെയുണ്ടെന്ന് തിരക്കിയപ്പോൾ സൗണ്ട് എഞ്ചിനീയറായ കോടീശ്വര റാവു പറഞ്ഞത് 10 വർഷം കഴിഞ്ഞു പറയാമെന്നായിരുന്നു. 3. പ്രതിഫലം വാങ്ങാതെ പാടുന്നതിനെ കുറിച്ചുള്ള യേശുദാസിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഉത്തരം: യേശുദാസ് സമ്പാദിച്ചതൊന്നും അനാവശ്യമായി ചെലവഴിച്ചിട്ടില്ലെന്നും പ്രതിഫലം വാങ്ങാതെ സ്ഥിരമായി പാടുന്ന സംഗീതവേദികളുണ്ടെന്നും പറയുന്നു. പാടുമ്പോൾ മനസ്സംതൃപ്തിയാണ് പ്രധാനമെന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്.